നമ്മുടെ എറണാകുളം ജില്ലയിലെ അഗ്രികൾച്ചറൽ ഡ്രോൺ പ്രവർത്തിപ്പിക്കാൻ ലൈസൻസ് ഉള്ള 4 സൂപ്പർ ലേഡീസാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ചേച്ചിമാരെ പേര് പറയൂ. എൻ്റെ പേര് അച്ചാമ എലിയാസ്, വടകോട് ബ്ലോക്ക്, മഴവന്നൂർ പഞ്ചായത്ത്. എൻ്റെ പേര് ഷീബ എൽദോസ്, കൂവപ്പടി പഞ്ചായത്ത്, കൂവപ്പടി ബ്ലോക്ക്. എൻ്റെ പേര് മിനി ശശികുമാർ, ചെങ്ങമനാട് പഞ്ചായത്ത്, പാറക്കടവ് ബ്ലോക്ക്. എൻ്റെ പേര് ബിന്ദു സാബു, കരുമാലൂർ പഞ്ചായത്ത്, ആലങ്ങാട് ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോൺ പ്രവർത്തിപ്പിക്കാനുള്ള ഈ ലൈസൻസ് എങ്ങനെയാണ് നിങ്ങൾ നേടിയെടുത്തത്? ഞങ്ങൾ കുടുംബശ്രീ മിഷൻ മുഖാന്തരം ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്ന് 4 പേര് ചെന്നൈയിൽ ഗരുഡ അഗ്രോ സർവീസ് എയർഫോഴ്സിൽ ഞങ്ങൾ പോയി 14 ദിവസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി. അതിനകത്ത് എക്സാം നടത്തി. ആ എക്സാമിനകത്ത് ഞങ്ങൾ പാസ്സായാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത്. അതിനുശേഷം തിരുവനന്തപുരത്ത് 4 ദിവസത്തെ ട്രെയിനിങ് നടത്തി, കോട്ടയത്ത് 1 ദിവസത്തെ ട്രെയിനിങ് നടത്തി. ഇത്രയും ട്രെയിനിങ് ഞങ്ങൾക്ക് നിലവിൽ ലഭിച്ചു. അതോടൊപ്പം തന്നെ ലൈസൻസ് ലഭിച്ചു. ലൈസൻസ് ലഭിച്ചതിന് ശേഷം ഡ്രോൺ എല്ലാവരുടെയും വീടുകളിൽ അവർ തന്നെ എത്തിച്ചു തന്നു. നമുക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഡ്രോൺ തന്നിരിക്കുന്നത് FACT ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്രദമായി? അത് ഒത്തിരി ഞങ്ങൾക്ക് ഇതൊരു നൂതന ഇതുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര മാനസിക സന്തോഷം ഞങ്ങൾക്ക് കിട്ടി. അതോടൊപ്പം തന്നെ കർഷകർക്ക് അവർക്ക് പറഞ്ഞപ്പോൾ നമുക്ക് പലരും കൃഷിക്ക് കാർഷിക പുരോഗതിക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഒരു സപ്പോർട്ടിംഗ് ആണ്. കാരണം 10 മിനിറ്റും കൊണ്ട് 1 ഏക്കർ അടിക്കുക എന്ന് പറഞ്ഞാൽ കർഷകർക്കും നമുക്കും വളരെ ഉപകാരം. അല്ലെങ്കിൽ നമുക്ക് 1 ഏക്കർ എന്ന് പറഞ്ഞാൽ കാലത്തോട്ട് വൈകുന്നേരം വരെ അടിക്കേണ്ട സമയം, ഒത്തിരി സമയ ലാഭം, പൈസ ലാഭം, ഇങ്ങനെ ഒത്തിരി ഗുണങ്ങൾ കർഷകർക്ക് ഇതിൽ കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ നേരം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഇതെങ്ങനെ, ഇത് തഴുവുമോ, ഇത് പറക്കുമോ, പോകുമോ എന്നൊക്കെ ടെൻഷൻ? പിന്നെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇതിനെക്കുറിച്ച് അതിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഞങ്ങൾ ശരിക്കും തിയറിക്കലായിട്ടുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞതിന് ശേഷമാണ് ഇത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ശരിക്കുള്ള ആ ഒരു ഫോമിലേക്ക് എത്തിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രാക്ടീസ് ആയതിനു ശേഷമാണ് ഒറ്റയ്ക്ക് ഈ ഒരു ഉപകരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇനി അഡീഷണൽ പ്രാക്ടീസസ് വല്ലതും നിങ്ങൾക്ക് ഇനി തയ്യാറെടുക്കാനുണ്ടോ? ഞങ്ങൾക്കിപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു ട്രെയിനിങ്ങിനും കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്കിത് ഒരു കോൺഫിഡൻസ് വന്നേക്കുന്നത്. പിന്നെ ഇനി ഞങ്ങൾക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയണം. കാരണം ഇപ്പം ഞങ്ങൾക്ക് ഒരു ടെക്നീഷ്യൻ തന്നിട്ടുണ്ട്, ആൾ വേണം ഞങ്ങൾക്ക് ചെയ്യാൻ. ഇനി ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം, അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഇതിലിപ്പോൾ ഞങ്ങൾ മിഷനറി ഒക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും കൂടിയാണ്. ഡ്രോൺ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം ലെവലപ്പായി. കാരണം ഞങ്ങൾ എല്ലാ തെങ്ങ് കയറി തേങ്ങയിടും, ട്രാക്ടർ ഓടിക്കും, ടില്ലർ, ഹാർവെസ്റ്റർ, പിന്നെ നടീൽ മെഷീൻ, അങ്ങനെയെല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാർഷിക പ്രവൃത്തിയിൽ ഞങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ആലങ്ങാട് ബ്ലോക്കും കരുമാലൂർ പഞ്ചായത്തൊക്കെ ഞങ്ങൾക്ക് കർഷകരാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഓരോന്ന് ചെയ്തു തരാനൊക്കെ. അപ്പം ഞങ്ങൾ 4 പേരും ഒരുമിച്ച് തന്നെ നിൽക്കും, കട്ടയ്ക്ക് നിൽക്കും. ഈ അഗ്രികൾച്ചറൽ ഡ്രോൺസിൻ്റെ കടന്നുവരവോടുകൂടി നമ്മുടെ ഇറിഗേഷൻ ഗെയിമും അതുപോലെ തന്നെ നമ്മുടെ മരുന്നടിക്കുന്ന ഈ ഗെയിമും ഒക്കെ മൊത്തത്തിൽ വേറൊരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണല്ലേ? അപ്പം ഇപ്പം നിങ്ങളിവിടെ യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ഡ്രോൺ ഏതിൻ്റെയാണ്? ഇത് EFT ഡ്രോൺ എന്ന് പറയും. ഗരുഡ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇവിടെ ഇന്ത്യയിൽ ചെയ്യുന്നത്. ആക്ച്വലി ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഡ്രോണാണ്. ഇവിടെ അസംബ്ലിംഗ് ആണ്. ഇതിന് എത്ര റോട്ടേഴ്സാണ് ഉള്ളത്? 6 റോട്ടേഴ്സ്. ഹെക്സാഗോൺ ആണ്. ഹെക്സാഗോൺ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ 3 തരം സെൻസർ ഉണ്ട്. ഒന്ന് ടെറൈൻ സെൻസർ ഉണ്ട്, പിന്നെ ഒബ്സ്റ്റിക്കൽ സെൻസർ ഉണ്ട്, പിന്നെ ക്യാമറ സെൻസർ ആയിട്ട് നമുക്ക് കൂട്ടാം. ഇപ്പോൾ മെയിൻലി ഒബ്സ്റ്റിക്കൽ ഇപ്പോൾ കണ്ടാലും ദൂരേക്ക് നമ്മൾ അടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വലിയ ഫീൽഡിൽ നമുക്ക് ഒരു ഇലൂഷൻ ഫീൽ ചെയ്യാം. നമുക്ക് അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിയില്ലെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ സെൻസറുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, അതിൻ്റെ ബൗണ്ടറീസ് അറിയാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഈ അഗ്രികൾച്ചറൽ ഡ്രോൺസ് കർഷകരെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കർഷകരെ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കുറവാണ്. അത് കൃഷിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ കൃഷിക്കാർ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഇത് ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിലവിൽ പണിക്കാരെ കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ പോലെ മുമ്പ് തമിഴന്മാരായിരുന്നു, ഇപ്പോൾ തമിഴന്മാർ അങ്ങനെ അധികം വന്നില്ല. പിന്നെ ഹിന്ദിക്കാരിൽ അത്ര ഒരു വർക്കൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഡ്രോൺ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ കൺവെൻഷണൽ മെത്തേഡിൽ ആളിറങ്ങി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈവനായിട്ട് വീഴില്ല.
പിന്നെ കെമിക്കലിൻ്റെ വേസ്റ്റേജ് കണ്ടാവാനുണ്ടാവും, വെള്ളം കൂടുതൽ വേണം, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഈ ചവിട്ടി പോകുമ്പോൾ നെല്ല് പോകുന്ന പ്രശ്നവും അങ്ങനെയുള്ള കുറേ പ്രശ്നമുണ്ട്. ഇതിനൊക്കെ ഉള്ളൊരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഡ്രോൺ. അതേപോലെ ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ പാടത്തിറങ്ങി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫേർട്ടും കാര്യങ്ങളും, ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും ഒരു ഏക്കർ കവർ ചെയ്യാൻ വേണ്ടി. അത് ആ സ്ഥാനത്ത് ഇത് ശരിക്കും 4 to 8 മിനിറ്റിനുള്ളിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ടെക്നോളജീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂത്തിനും കൃഷിയിലേക്ക് ഇറങ്ങാൻ കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഉറപ്പായിട്ടും വരും. കാരണം ഇപ്പൊ ഇത് വെച്ച് നമുക്ക് ഒരു ഏക്കർ അടിക്കാൻ എത്ര സമയം വേണം നമ്മുടെ ഈ മെഷീൻ വെച്ചിട്ട് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 6 മിനിറ്റ് വരും. നമുക്ക് വലിയ ഏരിയ ആണ്, സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഏറ്റവും കുറഞ്ഞത് 4 മിനിറ്റും കൊണ്ട് അടിച്ചെടുക്കാൻ പറ്റും. ലൈഫ് സ്പാൻ ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300+ ആണ്. 300+ ചാർജിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു സ്പെക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ കൺവെൻഷണൽ രീതിയിൽ കുറ്റിപ്പമുങ്ങനെ അടിക്കുമ്പോൾ ഒരു ഏക്കറിലേക്ക് ശരിക്കും പറഞ്ഞാൽ 100 തൊട്ട് 160 ലിറ്റർ വെള്ളത്തിൽ കെമിക്കൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. ഡ്രോണിലേക്ക് വരുമ്പോൾ നേരെ 10ലേക്ക് വരും. 10 ലിറ്ററിൽ നമ്മൾ ഡോസേജ് കൂട്ടിയാണ്. അപ്പോൾ കെമിക്കൽ ഒരു ഏക്കറിൽ വീഴുന്ന കെമിക്കലിൻ്റെ 30-40% നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യാലും എഫക്റ്റീവ്നെസ്സിന് ഒരു കുറവുണ്ടാവില്ല. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ അത് ഒരു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വേസ്റ്റേജ് ഇല്ല, കെമിക്കലിൻ്റെ വേസ്റ്റേജ് ഇല്ല, അത്ര കോൺസെൻട്രേറ്റഡ് നമ്മൾ ഫീൽഡിലേക്ക് വീഴ്ത്തുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഡ്രോൺ കൊണ്ട് കാർഷിക മേഖലയിലുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ മോഡേൺ ടെക്നോളജീസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സ്ഥലത്തും കൃഷി സ്ഥലത്തും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.